മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒരു സ്വർഗവും പിന്നെ ഒരു നരകവും ഒക്കെ ഉണ്ടെന്നും പിന്നെ വിസ്താരണങ്ങളും അവിടെ വിചാരണകളും ഒക്കെ നടത്തി ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും ഇടുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നും നടക്കാൻ പോകുന്നുവെന്നും ഒക്കെയുള്ള മനുഷ്യൻ്റെ ആ ചിന്താഗതി ഈ കാലഘട്ടത്തിലും മനുഷ്യന് വളർന്ന് ഉന്നതമായ സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മനുഷ്യനോളം വളർന്ന ഒരു ജീവിയും ഒരു ഗോളത്തിലും കാണില്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു ജീവി ഒരു ഗോളത്തിലും കാണില്ല. മനുഷ്യൻ മുൻകാലങ്ങളിൽ ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി വളരെ അധംപതിച്ച് ഒരറിവും ഒരു നോളജും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കണ്ടുപിടുത്തങ്ങളുടെ ഒരു കലവറയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ചു. ഏതാണ്ട് ഇന്നേക്ക് ഒരു 300 400 അല്ലെങ്കിൽ മേശം പോയി 500 വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഇങ്ങോട്ട് ഈ കോടിക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ ജീവിച്ചിട്ട് മനുഷ്യനുണ്ടായ മാറ്റം ഇന്നേക്ക് ഒരു 500 വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഇങ്ങോട്ട് ബാക്കിലോട്ടാണ്. ഇനിയുള്ള കാലം മനുഷ്യന് വികസിക്കാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും ഗോളത്തിൽ ജീവജാലങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അന്യഗ്രഹ ജീവികൾ വേറെ ഉണ്ടെന്നും അപ്പോൾ നമ്മേക്കാൾ ബുദ്ധിയുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. മനുഷ്യനോളം ബുദ്ധിയുള്ള ഒരു ജീവി ഒരു ഗോളത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ച് ഇനി കൂടുതൽ വികസിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളും മതചിന്തകളും എല്ലാം ഒഴിവാക്കി ഏതെങ്കിലും ഗോളത്തിൽ ജീവജാലങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിൽ മാത്രം മനുഷ്യൻ ശ്രദ്ധ പിടിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ന് മനുഷ്യന് എല്ലാ ഗോളങ്ങളും എത്തിച്ചേരാനുള്ള ബ്രെയിൻ വികസിച്ചെത്തിയിരിക്കുകയാണ്. മനുഷ്യൻ ഒരു കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ വളരെ പിന്നോക്കം നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഈ അടുത്ത കാലത്താണ് വികസനം തുടങ്ങിയത്. ഇലക്ട്രിസിറ്റി അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു മേശം വന്ന 200 വർഷങ്ങൾ വരുമായിരിക്കും. നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് 100 വർഷത്തിനകത്തേ പറ്റുള്ളൂ ഈ സംവിധാനങ്ങളും വികസനങ്ങളും വെക്കാം. എല്ലാം വികസനം ഞാൻ പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം പണ്ടിങ്ങനെയല്ലായിരുന്നു. ആ കാലഘട്ടം മാറി. ഇതിലേക്ക് ഇന്നത്തെ ഈ പൊസിഷനിലെത്താൻ വലിയ കാലാവധി എടുത്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് മനുഷ്യന് വളരെ അധികം വികസിക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരസ്പരം യുദ്ധങ്ങളും വാശികളും വൈരാഗ്യങ്ങളും കളഞ്ഞിട്ട് ശ്രദ്ധ ഏതെങ്കിലും ഗോളത്തിൽ ജീവജാലങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് ആക്കുന്നതാണ് മനുഷ്യന് നല്ലത്. ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ സകല പ്രശ്നങ്ങൾക്കും കാരണം മതമാണ്. യഥാർത്ഥത്തിൽ അറിവില്ലാത്ത കാലത്തിൽ ഓരോ സങ്കല്പങ്ങൾ ഓരോ മതസ്ഥാപകരുണ്ടാക്കിയതാണ്. എൻ്റെ അറിവിൽ ആയിരക്കണക്കിന് ഞാൻ സ്നേഹിച്ചിരുന്ന മനുഷ്യർ മരിച്ച് മണ്ണായി പോയിട്ടുണ്ട്.
അവരൊക്കെ ഇനി ഉയർത്തു വരുന്നു എന്ന് പറയുന്ന എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ പൂർവികർ, ഞാൻ അറിയുന്നവർ, ഞാൻ അറിയാത്തവർ, അവരൊക്കെ അടക്കം ചെയ്യാൻ ഞാൻ പലതിലും പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം കാലങ്ങൾ 50-100 വർഷം കഴിയുമ്പോൾ മണ്ണിൽ നിന്ന് ഒന്നുമില്ലാതെ മാഞ്ഞു പോകുന്നു, മണ്ണായി ദയിച്ചു പോകുന്നു. പിന്നെ ഒരു വിചാരണ ഉണ്ടെന്നും ഒരു വിചാരണയുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നൊക്കെ ഏതോ കാലഘട്ടത്തിൽ അറിവില്ലാത്ത മനുഷ്യർ, ചിന്തയില്ലായിരുന്ന കാലഘട്ടത്തിൽ ചിന്തയില്ലാത്തവർ ചെയ്ത ഒരു ബുദ്ധിയാണ്. ഒന്നുകിൽ മനുഷ്യൻ നന്നായി ജീവിക്കാൻ വേണ്ടിയായിരിക്കാം. അന്നത്തെ കാലഘട്ടങ്ങളിലും ഒരു അറിവില്ലാതെ പരസ്പരം അടിയും പിടിയും ബഹളങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് മനുഷ്യൻ നന്നായി ജീവിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കാം. എനിവേ, ഞാൻ പറയുന്നത് മതങ്ങൾ ഒരു നല്ല കൾച്ചറായിട്ട് എടുക്കുക, അല്ലാതെ അതിനെ അന്ധമായി വിശ്വസിക്കുകയും മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും നമുക്ക് സ്വയം തന്നെ ചിന്തിക്കാമല്ലോ. നാം മരിച്ചു കഴിഞ്ഞാൽ മണ്ണായി മാറും, പിന്നെ ഒരു വ്യത്യാസമില്ല. സകല ജീവജാലങ്ങളും ഒരുപോലെ തന്നെ. നമുക്ക് മനുഷ്യന് ചില ജീവജാലങ്ങളുടെ മുഖച്ഛായയുണ്ട്. സൂക്ഷിച്ച് നോക്കുന്നവർക്ക് മനസ്സിലാകാം, എല്ലാവർക്കും മനസ്സിലാകില്ല. ചിലർക്ക് സിംഹത്തിൻ്റെ മുഖമുണ്ട്. ചിലരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കടുവയുടെ മുഖം കാണും, ചിലർക്ക് പൂച്ചയുടെ മുഖം കാണും, ചിലർക്ക് ജീവജാലങ്ങളുടെ ഛായയുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ആൾ സൃഷ്ടിച്ചതോ ഒരു ദൈവം സൃഷ്ടിച്ചതോ. ഇത് കോടാനുകോടി വർഷങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് എങ്ങനെയോ ഏത് തരത്തിലോ എന്തായാലും ഒരാളുടെ സൃഷ്ടിയല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വർഗവും നരകവും എന്നുള്ള ചിന്താഗതി മതസ്ഥാപകരുടെ ആ വക്രബുദ്ധി. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. പച്ച മനുഷ്യനാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത് പറഞ്ഞില്ലേ അടുത്ത കാലത്ത്, എന്നെ ദൈവം അയച്ചതാണ്, ഞാൻ ദൈവപുത്രനാണ് എന്നൊക്കെ. ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ചാനലുകളിൽ പറയുന്നു പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു. അതേപോലെയാണ് ഈ പ്രവാചകന്മാരും മതസ്ഥാപകരും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നു, ദൈവം എന്നെ അയച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തോട് സംസാരിച്ചു എന്നൊക്കെ. ഇതെല്ലാം അവരവരുടെ തോന്നലുകളായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ പേരുകൾ നിലനിർത്താനും മനുഷ്യനുള്ളിടത്തോളം കാലം അവരെ ബഹുമാനിക്കാനും ഒക്കെയുള്ള എന്തോ ഒരു വക്ര സെൻസ് എന്ന് പറയാം ഇതിനെ.